വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത്ര നാൾ വരെ നടന്നിട്ടുള്ള എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏത് എക്സാമിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ഫുൾ SCRT ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഘടനാക്രമം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന പിള്ളേർക്ക് അറിയാം അല്ലേ. നോക്കി ഈ ക്വസ്റ്റ്യൻ ഈ സെയിം സംഭവങ്ങൾ തന്നെ നോക്കിയേ. വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഈ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലേ. ഏതോ ഒരു എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924. ചാനാർ ലഹളയോ? ചാനാർ ലഹള നടന്നത് എന്നാണ്? 1859 ചാനാർ ലഹള നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ കലാപം എന്നാണ്? 1921 മലബാർ കലാപം നടന്നത്. അപ്പോൾ ഇത് നമുക്ക് ശരിയായ കാലഘടനാക്രമം ഏതാ? ഫസ്റ്റ് ഏതാണ്? ചാനാർ ലഹളയാണല്ലേ വരുന്നത്. ഫസ്റ്റ് രണ്ടാമത്തെയാണല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് വരുന്ന ഏതാണ്? ഇവിടെ വരുന്നുണ്ട് അല്ലേ, ഇവിടെയും വരുന്നുണ്ട്. ഇനി ചാനാർ ലഹള എന്ന് പറയുന്നത് പറഞ്ഞു ഫസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ വർഷം ഏതാണ്? 1921. അപ്പോൾ ഏതാ വരുന്നത്? 4 വരുന്നത്. അപ്പോൾ 2ഉം 4 ശരി വരുന്നത്. 2ഉം 4. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 1924 വൈക്കം സത്യാഗ്രഹമാണ്. പിന്നെ 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഏതാണ്? ബി ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അല്ലേ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അതിലെ പ്രധാന മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ശരിയല്ല അല്ലേ. 1919 1919 എന്ന് നടക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോൾ 1919 അപ്പോൾ അത് നമുക്ക് തെറ്റാന്ന് പറഞ്ഞു. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നത്. ശരിയാണല്ലേ. 1948 കേട്ടോ. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചാണ് നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 30, 31, 32 കാലഘട്ടങ്ങളിലായിരുന്നു അല്ലേ 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? 1, 3, 4 അല്ലേ. 1, 3, 4 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് നേറ്റോയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ നേറ്റോയുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം അല്ലേ. നേറ്റോയുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയണം. ഏതൊക്കെയായിരിക്കും? നേറ്റോയുമായിട്ട് ബന്ധമുള്ളത് 1949 ഇത് സ്ഥാപിതമായത്. 1949 നേറ്റോ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ ശരിയായത് 1949 നേറ്റോ സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. അപ്പോൾ ഇതാണ് രണ്ടും ശരി വരുന്നത്. ബാക്കി രണ്ടും അല്ലേ 2ഉം 4ഉം തെറ്റാണ് വരുന്നത്. 2ഉം 4ഉം തെറ്റാണ് വരുന്നത്. അപ്പോൾ 3ന് ആൻസർ വരുന്നത് 2ഉം 4ഉം തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലേ. റോബസ്പിയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണല്ലേ ഭീകരവാഴ്ച ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആൾ റോബസ്പിയർ തന്നെയായിരുന്നു. അപ്പോൾ ഭീകരവാഴ്ച എന്തായിരുന്നു? 1893 അപ്പോൾ അത് ശരിയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത് എന്താണ്? VA ലെനിൻ അല്ലേ. VA ലെനിൻ്റെയാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. VA ലെനിൻ്റെയാണ്. സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂൻ്റെയാണ് കേട്ടോ. മൊണ്ടസ്ക്യൂൻ്റെയാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. മൊണ്ടസ്ക്യൂ അല്ലേ. മൊണ്ടസ്ക്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം?
ജനാധിപത്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾക്കൊക്കെ വേണ്ടി പോരാടിയ ആളായിരുന്നു അല്ലേ മൊണ്ടസ്ക്യൂ. ജനങ്ങളാണ് പരമാധികാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു മൊണ്ടസ്ക്യൂ. അതുപോലെ തന്നെ 3 വിഭാഗങ്ങളിലെ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, അതുപോലെ തന്നെ ഇങ്ങനെ 3 വിഭാഗങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾ മൊണ്ടസ്ക്യൂ ആണ്. ഇനി ലോങ് മാർച്ച് ആരുടെയാണ്? മാവോ സേതുങ്ങിനെയാണ്. ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേതുങ്ങിനെയാണ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? റോബസ്പിയർ ജേക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VA ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതുങ്. അപ്പോൾ ഇത് A ആണല്ലേ തെറ്റെന്ന് പറയുന്നത്. ഏപ്രിൽ തീസിസ് എഴുതിയത് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. റോബസ്പിയർ ജേക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VA ലെനിൻ, അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യൂ, ലോങ് മാർച്ച് മാവോ സേതുങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ 1988 ജനുവരി 20-നാണ് അന്തരിക്കുന്നത്. 1988 ജനുവരി 20-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 1987 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചതും ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനാണ്. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 87 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലേ? കഴിഞ്ഞ 4-5 പേപ്പർ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് 10th പ്രിലിംസിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തതിൽ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരി എന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. 1953-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലേ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഷാ കമ്മീഷൻ ഒന്നും അറിയപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി, HN ഖുസ്രു, സർദാർ KM പണിക്കർ എന്നിവരായിരുന്നു കേട്ടോ ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഫസൽ അലി ആയിരുന്നു അല്ലേ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഫസൽ അലി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫസൽ അലിയാണ്. അതുപോലെ തന്നെ മലയാളിയായ അംഗം ഏതാണെന്ന് ചോദിച്ചു. അത് സർദാർ KM പണിക്കരാണ്. അങ്ങനെ 3 അംഗങ്ങൾ ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ശരിയാണല്ലേ? ആദ്യമായിട്ട് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. അതിൽ ഫസൽ അലിയായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. സർദാർ KM പണിക്കരും ഖുസ്രു ഉണ്ടായിരുന്നു. അതിൽ സർദാർ KM പണിക്കരാണ് ഏക മലയാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രകാരമാണ് ആദ്യമായിട്ട് സംസ്ഥാനം രൂപീകരിച്ചതാണ് ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERTയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങിയാൽ പോയി കാണാം. ഭൂമിയുടെ അന്തരീക്ഷം ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും താഴ്ന്ന പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണോ? താഴ്ന്ന പാളി അല്ല അല്ലേ? ട്രോപ്പോസ്ഫിയർ ആണ്. താഴ്ന്ന പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെയാണല്ലേ പോകുന്നത്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ശരിയാണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗൃഹ വാതകമാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒരു അവസാദശിലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് അവസാദശിലയ്ക്ക് ഉദാഹരണമല്ല. അതുപോലെ തന്നെ അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട് കേട്ടോ. അളകാനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകാനന്ദ, ഭഗീരഥ എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ തെറ്റായത് 1 ഉം 3 ആണ് കേട്ടോ. 1 ഉം 3 ആണ് തെറ്റെന്ന് പറയുന്നത്. 1 ഉം 3 ആണ്. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അഗുൽഹാസ് പ്രവാഹമാണ്.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നോക്കി നോക്കിയേ, ഇതും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5.5 മണിക്കൂർ വ്യത്യാസത്തിലും അതുപോലെ തന്നെ സമയം തന്നിട്ട് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ് ശരി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ് കേട്ടോ, 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയുടെ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയ്ക്ക് സിന്ധു നദിയുടെ പോഷക നദികളാണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയ്ക്ക് സിന്ധു നദിയുടെ പോഷക നദികളാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. തെറ്റാണല്ലേ? തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ആണോ ഭൗമതാപോർജ്ജ നിലയം? തമിഴ്നാട്ടിലെ കൂടംകുളത്ത് എന്തുണ്ട്? ഒരു ആണവോർജ്ജം ഉണ്ട് അല്ലേ? ആണവ നിലയുണ്ട്. പക്ഷേ ഭൗമതാപോർജ്ജ നിലയൊന്നും സ്ഥിതി ചെയ്യുന്നില്ല. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ ആണല്ലേ ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഗാന്ധിനഗറാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ശരിയെ, തമിഴ്നാട്ടിലെ കൂടംകുളത്തൊരു ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. അപ്പോൾ ഇതിൽ ശരി വരുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അതുപോലെ തന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളാണെന്നല്ലേ. 1-4 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് മേഖലയിലെ, അറ്റ്ലാന്റിക് മേഖല എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഏത് പേരിലാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ഹരിക്കെയിൻ കേട്ടോ, ഹരിക്കെയിൻ എന്ന പേരിലാണ്. ഹരിയാണ് അറ്റ്ലാന്റിക്, അറ്റത്തുള്ളത് ആരാണ്? ഹരിയാണ്. അപ്പോൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ കോഡ് വെച്ച് പറയാം അല്ലേ? ഇപ്പം എന്താ പറയാം, അറ്റ്ലാന്റിക് മേഖല എന്നുള്ളത് നമുക്ക് അറ്റത്തിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അറ്റത്തിരിക്കുന്ന കുട്ടിയുടെ പേര് എന്താണ്? ഹരി എന്നാണ്. ഈ ഹരിക്ക് അറ്റത്തിരിക്കണ കാരണം ഫാനിൻ്റെ ചോട്ടിലൊന്നുമല്ല ഇരിക്കണേ അല്ലേ? അറ്റത്തിരിക്കുകയാണ്, ബാക്കിലിരിക്കുകയാണ്. അറ്റത്തിരിക്കുന്ന കുട്ടിക്ക് എന്തുണ്ടാവില്ല, എപ്പോഴും അറിയാമല്ലേ, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫാനിൻ്റെ ചോട്ടിലിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ചൂട് കുറവായിരിക്കും അവർക്ക്. പക്ഷേ അറ്റത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും, കാറ്റൊന്നും കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ നല്ല ചൂടായിരിക്കും, ഉഷ്ണമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടായിരുന്നു. കൊല്ലം ടു കോട്ടപ്പുറം മാത്രമാണ് എപ്പോഴും കൂടുതൽ ചോദിക്കുന്നത്. കാരണം അത് മാത്രമാണ് കേരളത്തിലുള്ളത് അല്ലേ? ബാക്കി NW5 NW3 മാത്രമാണ്, മൂന്നാമത്തെ ദേശീയ ജലപാത മാത്രമാണ് നമ്മളുടെ കേരളത്തിൽ വരുന്നത്, കൊല്ലം ടു കോട്ടപ്പുറം വരുന്നത്. അപ്പോൾ ഏതാണ് പറഞ്ഞില്ലേ? NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ദേശീയ ജലപാത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. NW1 മുതൽ 5 വരെയാണ്. NW1 എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയിലാണ് കേട്ടോ. ഗംഗാ നദിയിലാണ് NW1 സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേത് ഇതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അലഹാബാദ് ടു ഹാൽഡിയ കേട്ടോ. അലഹാബാദ് ടു ഹാൽഡിയാണ് വരുന്നത്, NW1 വരുന്നത്. ഇനി NW2 വരുന്നത് എവിടെയാണ്? ഗംഗാ നദിയിൽ ഫസ്റ്റ് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് ആണ് ബ്രഹ്മപുത്ര, രണ്ടാമത്തെ നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ബ്രഹ്മപുത്ര അത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സാദിയ ടു ധൂബ്രിയാണ് കേട്ടോ. സാദിയ ടു ധൂബ്രിയാണ്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇതാട്ടോ. ഇനി NW3 നമ്മൾ പറഞ്ഞു കൊല്ലം ടു കോട്ടപ്പുറമാണ്. ഏതാണ് കനാൽ പറയാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ തീര കനാലാണ് കേട്ടോ. പശ്ചിമ തീര കനാലാണ് NW3 വരുന്നത്, പശ്ചിമ തീര കനാലാണ്. ഇനി NW4 എന്ന് പറയുന്നത് ഏത് നദിയിലാണ്? NW4 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? കാക്കിനഡ ടു പുതുച്ചേരിയാണ് കേട്ടോ. കാക്കിനഡ ടു പുതുച്ചേരിയാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഏത് നദിയിലാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഗോദാവരി നദിയിലാണ് കേട്ടോ. ഗോദാവരി കൃഷ്ണ നദികളിലാണ് കാക്കിനഡ ടു പുതുച്ചേരിയിലാണ് കേട്ടോ NW4 സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി NW5 ഏതാണ്? NW5 എന്ന് പറയുന്നത്
ബ്രാഹ്മണി മഹാനദിയുമായിട്ടാണ് കേട്ടോ. ബ്രാഹ്മണി മഹാനദിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ബ്രാഹ്മണി മഹാനദിയാണ്. കനാൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവ്വതീര കനാലാണ് കേട്ടോ. പൂർവ്വതീര കനാലാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്. NW1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിൽ അലഹബാദ് ടു ഹാദിയാണ്. NW2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ ടു ധൂബ്രി. NW3 കൊല്ലം ടു കോട്ടപ്പുറം പശ്ചിമതീര കനാല്. NW4 ഗോദാവരി ടു കൃഷ്ണ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാക്കിനാട ടു പുതുച്ചേരിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. NW5 പൂർവ്വതീര കനാലാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥയാണ് കേട്ടോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനം കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണല്ലേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഹരിത വിപ്ലവത്തെക്കുറിച്ചിട്ടും പഞ്ചവത്സര പദ്ധതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. കാരണം തന്നെ കൃഷിക്ക് നല്ല പുരോഗതി വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യോൽപാദന രംഗത്തും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു അല്ലേ. ആ സമയത്ത് രാസവളങ്ങളും രാസകീടനാശിനികളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയാണോ ഹരിത വിപ്ലവം ആരംഭിച്ചത്? അല്ല അല്ലേ. 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. 1969 പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് 1 മുതൽ 12 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ട്. അപ്പം ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഇതിലെ പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ആരാണ് ഇതിൻ്റെ പിതാവ് എന്ന് പറയുന്നത്? ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ശരിക്കും പറഞ്ഞാൽ നോമൻ ബോർലോഗാണല്ലേ ഇതൊക്കെ ആരംഭിക്കുന്നതാണ്. ഇനി ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി 2022-23 കണക്കാണ് പറയുന്നത്. ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇതിലേതാണ് ശരി വരുന്നത്? ഏതാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നെല്ലാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് നെല്ലാണ്. രണ്ടാമത് വരുന്നത് ഗോതമ്പാണ്. നെല്ല്, ഗോതമ്പ്. പിന്നെ ഏതാണ് വരുന്നുണ്ടായിരിക്കുക? ഏതായിരിക്കും വരുന്നുണ്ടായിരിക്കുക? നോക്കി. ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചോളമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. പിന്നെയാണ് പയറ് വർഗ്ഗങ്ങൾ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ 2 മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കൊടുത്തു അല്ലേ. ഫസ്റ്റ് നെല്ല് വരും, ബി ആണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് നെല്ല് വരും, പിന്നെ സെക്കൻഡ് ഗോതമ്പ്, തേർഡ് ചോളം, ഫോർത്ത് പയർവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളിൽ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. റിസർവ് ബാങ്കിലെ RBIനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ RBIനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. RBIനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ RBI എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ശരിയായത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ശരി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 2024. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറും ചോദിച്ചു, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ചു അല്ലേ. അപ്പോൾ RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് 6.50% നിലനിർത്തുവാൻ 2024 ഏപ്രിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസ്താവനകൾ 1, 2 ശരിയാണ് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് 2, 4, 1, 3 കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അതിനുശേഷമാണ് ഭൂപരിഷ്കരണം നടക്കുന്നത്. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്? ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. പിന്നെയാണ് നോട്ടുകളുടെ നിരോധനം വരുന്നത്. അപ്പോൾ ഇവർ ഏതൊക്കെയാണ് വരിക? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് 1950 ആസൂത്രണ കമ്മീഷനെ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 1950 മാർച്ച് 15 ഓക്കെ. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് 4-ാമത്തെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഭൂപരിഷ്കരണം അല്ലേ? ഭൂപരിഷ്കരണം എന്നാണ് നിലവിൽ വന്നത്? കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് 1963 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നായിരുന്നു? ബാങ്ക് ദേശസാൽക്കരണം 1969 കാലഘട്ടത്തിലായിരുന്നു അല്ലേ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഇനി 500, 1000 നോട്ടുകളുടെ നിരോധനം വന്നത് എന്നായിരുന്നു? 2013 അല്ലേ? 2013 നവംബർ 8 വന്നത്. 2013 നവംബർ 8 2016 2016 2016 നവംബർ 8 എന്ത് വരുന്നത്? നമ്മുടെ നോട്ട് 500, 1000 നിരോധിക്കേണ്ട. അപ്പോൾ ആൻസർ വരുന്നത് നമ്മൾ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. 1950 മാർച്ച് 15 ഭൂപരിഷ്കരണ നിയമം 1963 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. ബാങ്ക് ദേശസാൽക്കരണം 1969 അതുപോലെ തന്നെ 80-85 കാലഘട്ടങ്ങളിൽ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 500, 1000 നോട്ടുകളുടെ നിരോധനം എന്ന് പറയുന്നതും 2016 ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി വീണ്ടും ചോദിച്ചില്ലേ? പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. 12 പഞ്ചവത്സര പദ്ധതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശരിയാണല്ലേ? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്ന് പറയുന്നത് പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ? 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. അപ്പോൾ ഫസ്റ്റും രണ്ടും ശരിയാണല്ലേ? ഒന്നാമത്തേന് പ്രസ്താവന 2 എന്ന് പറയുന്നത് പ്രസ്താവന 1-ൻ്റെ എന്താണ് വിശദീകരണമാണെന്നാണ് കേട്ടോ ശരി വരുന്നത്. പ്രസ്താവന 1, 2 ശരിയാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നത് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. 12 പഞ്ചവത്സര പദ്ധതിയുടെ ഇത് കൂടിയിട്ട് എന്ന് നടത്തിയിട്ടുണ്ട്. രാഷ്ട്രത്തിന് സാമ്പത്തിക വളർച്ചയ്ക്ക് എത്ര പാകിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും. അപ്പോൾ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം, അതുപോലെ തന്നെ നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് വെച്ചാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെത്തനോൾ സമ്പദ്ഘടന എന്താണ്? മെത്തനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് നന്നായിട്ട് കുറയ്ക്കുക, ചിലവ് കുറയ്ക്കുക. 3, സഹകരണ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? ഫെഡറലിസം സഹകരണമാണല്ലേ? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംരംഭമാണല്ലേ? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെത്തനോൾ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എന്താണ്? എണ്ണയുമായി ഇപ്പോൾ എണ്ണ മെത്തനാൾ എന്നൊക്കെ പറയുന്നത് ഒരു ലിക്വിഡ് ഫോമല്ലേ? അങ്ങനെ പഠിച്ചിരിക്കുക കേട്ടോ. മെത്തനോൾ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം സഹകരണം, സംസ്ഥാനങ്ങൾക്കിടയിൽ നല്ല സഹകരണം ഉണ്ടാവണം അല്ലേ? അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ഇതാണ്ട് സി ആണ് ശരി വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ പുത്തൻ സാമ്പത്തിക നയമൊക്കെ നമ്മൾ ഓൾറെഡി എക്കണോമിക്സിൽ SCRT എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പുത്തൻ സാമ്പത്തിക നയം വന്നത്? 1993 അതിൽ പറയുന്നതിൽ ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ശരിയായ പ്രസ്താവന ഏതാണിതിൽ?
സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്ന് പറയുന്നത് തെറ്റാണ്ടോ. വിദേശ സഹായമൊക്കെ വേണം നമുക്ക് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, അത് ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിക്കുക, അതിനുശേഷം ആഗോള കമ്പോളവുമായിട്ട് സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതും ശരിയാണ്. സ്വകാര്യവൽക്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ അതിലൊന്നും പറയുന്നില്ല കേട്ടോ, ഈ സാമ്പത്തിക നയത്തിലൊന്നും പറയുന്നില്ല ഇതൊന്നും. ഇറക്കുമതി പരമാവധി കുറച്ചിട്ട് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാമെന്നോ. അപ്പോൾ ഇതിലേതാണ് റെഡി വരുന്നത് നമ്മൾ പറഞ്ഞത്. പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി വരുന്നത്? 2ഉം 3 അല്ലേ. 2ഉം 3ഉം ശരിയാണ്. 1ഉം 4ഉം ശരിയല്ല. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? സ്വകാര്യവൽക്കരണം പറയുന്നുണ്ട്, ആഗോളവൽക്കരണവും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത ഏതാണ്? അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി റിപ്പീറ്റഡ് ആണല്ലേ, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കമ്മീഷൻ എന്ന് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഡ്രാഫ്റ്റിംഗ് കമ്മീഷനാണോ? അല്ലേ, തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് അംഗീകാരം നൽകിയിട്ടില്ല അല്ലേ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടൊന്നുമില്ല ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 7 അംഗങ്ങളിൽ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ? എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് കേട്ടോ. 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. അത് തെറ്റാണ്ടോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. 1, 3 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കുവാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതെല്ലാമാണ്? സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ചിട്ടാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി വരുന്നത് നോക്കിയേ. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് 326 പറയുന്നത്. അതിൽ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 19 കുറച്ചെന്ന് പറയുന്നുണ്ട് അല്ലേ. 1989 61 ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്നത്. ഏതായിരുന്നു ഭേദഗതി? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 326 ആയിരുന്നു അല്ലേ. 326 പ്രതിപാദിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് തെറ്റാണല്ലേ. അപ്പോൾ 326 പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം കുറച്ചതും ഇത് നമ്മൾ മുകളിലത്തെ പറഞ്ഞു അല്ലേ. 1989 61 ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്നത്. ആൻസർ വരുന്നത് ഇതായിരുന്നു. 1ഉം 3 വരുന്നത്. 1ഉം 3 ശരി വരുന്നത്. അപ്പോൾ 326 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സാർവത്രിക വോട്ടവകാശ പ്രകാരമായിരിക്കണം. അതുപോലെ തന്നെ 21 വയസ്സിൽ നിന്നും 18 കുറച്ചിട്ടുണ്ടായിരുന്നു 1989 61 ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് രാജ്യസഭ അല്ലേ. രാജ്യസഭ കാര്യനിർവഹണ വിഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വേണം. കാരണം എന്താണ്? രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനായിട്ടും പരിഗണനയ്ക്കായിട്ടും വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. കാരണം എന്താണ്? സംസ്ഥാന പട്ടികയെന്ന് പറയുന്നത് രാജ്യസഭയ്ക്കായിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ പൊതു താല്പര്യം യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ രാജ്യസഭയുടെ അധികാരം വേണം. അത് പറയുന്നത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്.
സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമെന്ന് പറയുന്നില്ല. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിന് നൽകണം. അതുപോലെ തന്നെ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും രാജ്യസഭയുടെ അംഗീകാരം വേണമെന്ന് പറയുന്നതാണ് ശരി വരുന്നത്. 1ഉം 2ഉം ആണ്.